ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നല്ലൊരു അടിപൊളി മന്തിയൊക്കെ കഴിച്ചിട്ട് തുടങ്ങട്ടെ നമുക്ക്. അപ്പോൾ മന്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഷെയറൊക്കെ കൂടുതൽ, അതുപോലെ ലൈക്ക് ചെയ്താലാണ് വ്യൂസ് കൂടുതലായിട്ട് അതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊന്നും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും നമ്മൾ ഇതൊന്ന് കാണാനെടുക്കും. അതിൻ്റെ കൂടുതൽ ചെയ്യേണ്ട ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആരൊന്നും മറക്കാതെ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും, ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെസിപ്പിയിലേക്ക് പോകലേ. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ എന്താക്കുക, റൈസ് ഊറ്റിയിട്ട് വെക്കുക. റൈസ് വെച്ചാൽ 1 മണിക്കൂർ ഞാൻ ബസുമതി റൈസാണ്, അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ട് ചോറാക്കിയിട്ട് 3/4 ഭാഗം വേവാക്കിയിട്ട് ചോറാക്കിയിട്ട് നമ്മൾ ഊറ്റിയിട്ട് മൂടി വെക്കുക. പിന്നെ അതിലേക്കുള്ള ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കുക. അങ്ങനെ നമ്മൾ ചിക്കനെ വാങ്ങും. പിന്നെ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പീസാക്കിയിട്ട് തന്നെ വേണം. അതിലേക്ക് മന്തി മസാല ഒക്കെ വേണം. ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ഏലക്ക, കുരുമുളക് പൊടിയല്ല, കുരുമുളക് തന്നെയാണ് വേണ്ടിയത്. ഇതുപോലെ പിന്നെ അതുപോലെ ഏലക്ക, പിന്നെ അതിലേക്ക് 2 മാഗി ക്യൂബാണ് ഞാൻ എടുത്തത്. അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ള മാഗി ക്യൂബാണ്. ഉപ്പുള്ള മാഗി ക്യൂബാണ്. നമുക്ക് ഉപ്പ് തീരെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കൂടുതലായിപ്പോവും. ഉപ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ, കുറവുള്ളതാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇട്ടെടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചെറിയ രീതിയിൽ ആവശ്യമുള്ളവർക്ക് ഇട്ടെടുക്കുക. പിന്നെ കളർ ആഡ് ചെയ്യുക. കളർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ലെമണൊക്കെ, ഡ്രൈ ലെമണൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് പിന്നെ ഒരു ഭാഗം തന്നെ ഇട്ടിട്ട് നല്ലോണം വേവിക്കുക. 5-6 മിനിറ്റ്. പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ 2 ഭാഗങ്ങളും ഒരു 5-6 മിനിറ്റ്, 1-2 പ്രാവശ്യം നമുക്ക് മനസ്സിലൊരു വേവ് ഇത്ര മതി എന്നൊക്കെ തോന്നണ ഒരു പാകമായി വരുന്നവരെ അങ്ങനെ ഒന്ന് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അതൊന്നായി ഏകദേശമൊക്കെ ആയി എന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതൊന്ന് ഫസ്റ്റ് ലെയറായിട്ടും ഇട്ടെടുക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താക്കണം, പിന്നെ അതുപോലെ ചിക്കൻ്റെ കളറുണ്ടല്ലോ, ആ കളറൊന്ന് വെള്ളത്തിൽ മിക്സാക്കിയതും, അതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സാക്കിയതാണ് ഞാൻ ഒഴിച്ചെടുത്തത്. അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക. അതുപോലെ ചെയ്യുക. ഇതിലേക്ക് പച്ചമുളക്, 2-3 പച്ചമുളക് കുത്തി വെക്കുക. പിന്നെ കണലിട്ടിട്ട് പുകയ്ക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.